നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പാടി. എല്ലാവരും ഒന്ന് നല്ല വരിയായിട്ട് നിന്ന് നമ്മളെല്ലാവരെയും കാരണം നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് ചെയ്തു. അപ്പൊ സംഭവം എന്താന്ന് പറയട്ടെ, നമ്മുടെ ഇരുള നൃത്തം അല്ലേ, ഇരുള നൃത്തം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള മിടുക്കി പിള്ളേരാണ്. അപ്പം എന്തായാലും മധുവനം റിസോർട്ട്സ് പ്രസൻസ് ആറ്റിങ്ങലോത്സവത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്ന് മക്കളെ വരുന്നത്? കോൺവെന്റ് സെന്റ് ക്രിസോസ്റ്റം നെല്ലിമൂട് കോൺവെന്റ്. ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ? നെല്ലിമൂട്. ഏത് സബ് ജില്ലയാ? ബാലരാമപുരം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? ഇത് കളിച്ച സമയത്ത് പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ കിട്ടുമെന്നൊരിതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കിട്ടിയപ്പോ ഉള്ള ഭയങ്കര സന്തോഷം. വേദിയിൽ ഇങ്ങനെ അവരിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഗ്രേഡ് അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എ ഗ്രേഡ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കൈയടിച്ചു. പിന്നെ ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? ഒരു അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് സംഭവം? എങ്ങനെയുണ്ട് നടന്നത്? എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? സർപ്രൈസ് ആയിപ്പോയി. പെട്ടെന്ന് അങ്ങനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ സങ്കടവും വിഷമവും എല്ലാം കിട്ടില്ല എന്നുള്ള ഒരു സങ്കടവും സന്തോഷം എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയ ഇവിടെ ഓരോരുത്തർ കരഞ്ഞു കണ്ണൊക്കെ കണ്ട് ചോന്ന് കലങ്ങിയിരിക്കുന്നത്. അത്രയ്ക്ക് ഇവരുടെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ ടീച്ചേഴ്സും പിന്നെ പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പൊ നമ്മളിനി അടുത്ത തവണ അടുത്ത ലെവലിലേക്ക് എത്തുകയാണ്, സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. നിങ്ങൾ മുന്നേ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഡാൻസിന് മാത്രം മതി കോർഡിനേഷൻ, ഉത്തരം പറയുമ്പോ കോർഡിനേഷൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നത്? മുന്നേ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല? പുലികള് തന്നെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? ആരാ? സുധീർ സാറ്. പാലക്കാട്. അപ്പൊ സാറ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതിനു വേണ്ടിയിട്ട് സ്കൂളിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു? അതെ. സാറിനോട് എന്താ പറയാനുള്ളത്? സാറിന് ഒരു വലിയ താങ്ക്സ്. സാറ് നോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര സാറ് കാരണമാണ് ഇത്ര നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്യാനും എല്ലാം നന്നായിട്ട് പാടാനും സാറ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. സാറ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങളും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? അപ്പൊ എന്തായാലും സെറ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടാ. നിങ്ങൾ പൊളിച്ചടിക്കും. ഞാൻ നിങ്ങളെ പാട്ട് കേട്ടപ്പോ അവിടെ പുറകിൽ നിന്ന് ഇങ്ങനെ തുള്ളുമായിരുന്നു. പൊളിച്ചടിക്കുക. അപ്പൊ എല്ലാവർക്കും അടിപൊളി ആശംസകൾ. എല്ലാരും ഒന്ന് കൈയടിച്ച് പോട്ടെ, എങ്ങോട്ട് കമോ. അവിടുന്ന് കാണികളെ ഭാഗത്തു നിന്നൊക്കെ കൈയടി ഇങ്ങനെ വരണോ വേണ്ടോന്ന് വെച്ചാൽ ഇരിക്കുന്നത്. കൈയടിച്ചോ. അപ്പൊ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. നിങ്ങളെ കൂടെയുള്ള ടീച്ചേഴ്സും പാരന്റ്സും അവരെ കാര്യം എന്താ പറയാത്ത? അവരെങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്? നമ്മുടെ നല്ല സപ്പോർട്ടീവാണ്. ഒരു ചെറിയ തെറ്റ് വന്നാൽ തന്നെ ഉടനെ വന്ന് നമുക്ക് പറഞ്ഞെന്ന് മനസ്സിലാക്കി. ചീത്ത പറയോ? ഇല്ലാന്ന് പറയാൻ ഒരു മടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ ശിവറാൻ ടീച്ചർ ഞങ്ങളെ നിറയെ പ്രാക്ടീസ് സമയത്തായിരുന്നാലും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് എല്ലാം ക്ലിയർ ചെയ്താണ് ടീച്ചർ പോയത്. അപ്പൊ ടീച്ചറും അതുപോലെയാണ് സാന്ത്വന സിസ്റ്ററും നമുക്ക് വേണ്ടിയിട്ട് കുറെ എഫേർട്ടൊക്കെ എടുത്ത് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമുക്കും ഒരു ഇതുണ്ടായിരുന്നു, എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും കിട്ടണമെന്നൊരാഗ്രഹം. എച്ച് എം സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ എല്ലാവരും നിങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് തന്നെ പറഞ്ഞേക്കാം അല്ലെ? ഒരു താങ്ക്സ് എന്ന് ഉറക്കെ പറഞ്ഞേ. അപ്പൊ ഇനി അതിന്റെ കൂടെ തന്നെ ഇവർക്ക് താങ്ക്സ് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു കൊരവ ഇട്ടങ്ങ് താങ്ക്സ് പറഞ്ഞല്ലോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഈ മിടുക്കി കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ഇവർക്ക് കഴിയട്ടെ.